ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി സുപ്രീം കോടതി ജഡ്ജിയായാൽ നമുക്കെന്താണ്? ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി സുപ്രീം കോടതി ജഡ്ജിയായാൽ ജസ്റ്റിസ് BV നാഗരത്നയ്ക്ക് എന്താണ്? സുപ്രീം കോടതിക്ക് 34 ജഡ്ജിമാരാണ് ടോട്ടൽ സ്ട്രെങ്തായി ഉണ്ടാകേണ്ടത്. ചീഫ് ജസ്റ്റിസും 33 ജസ്റ്റിസുമാരും. അതിലേക്കായി സുപ്രീം കോടതി കൊളീജിയം കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്ത 2 പേരുകാരിൽ ഒരാളാണ് പഞ്ചോളി. പഞ്ചോളി ഇതുവരെ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രണ്ടാമൻ ജസ്റ്റിസ് അലോക് ആരാധെ, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 5 അംഗ കൊളീജിയമാണുള്ളത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, KJ മഹേശ്വരി, പിന്നെ BV നാഗരത്ന. നാഗരത്ന മാത്രമാണ് കൊളീജിയത്തിലെ ഏക വനിതാ അംഗം. കൊളീജിയം ഈ മാസം 25-നാണ് 2 പേരെയും ശുപാർശ ചെയ്തത്. എന്നാൽ പഞ്ചോളിയുടെ ശുപാർശയെ നാഗരത്ന എതിർത്തു. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ എതിർപ്പ്. ആദ്യത്തേത്, നിരവധി സീനിയേഴ്സിനെ മറികടന്നാണ് പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തുന്നത് എന്നതാണ്. ഒന്നും രണ്ടുമല്ല, 56 പേരുടെ സീനിയോറിറ്റി മറികടന്ന്. സീനിയേഴ്സിൻ്റെ ലിസ്റ്റിൽ 57-ാം പേരുകാരനാണ് പഞ്ചോളി. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നാഗരത്ന ചൂണ്ടിക്കാട്ടി: ഗുജറാത്തിന് കിട്ടുന്ന അമിത പ്രാതിനിധ്യം. നിലവിൽ 2 ന്യായാധിപന്മാർ ഗുജറാത്തിൽ നിന്നാണ്, JB പർദിവാല, NV അൻജാരിയ. ഒരാൾ കൂടി വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യാവകാശമാണ് ഗുജറാത്ത് തട്ടിയെടുക്കുന്നത്. ജസ്റ്റിസ് അൻജാരിയ വന്ന സാഹചര്യവും നാഗരത്ന കൊളീജിയത്തെ ഓർമ്മിപ്പിച്ചു. അന്ന് ബേല M ത്രിവേദി വിരമിക്കുന്ന സാഹചര്യമാണ്. ഗുജറാത്തിൽ നിന്നുള്ള വനിതാ ജഡ്ജി ബേല ജൂണിലാണ് വിരമിച്ചത്. അതുകൂടി പരിഗണിച്ചാണ് അതേ സംസ്ഥാനത്ത് നിന്നുള്ള അൻജാരിയ സുപ്രീം കോടതിയിലെത്തുന്നത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ പഞ്ചോളിയെ എത്തിക്കുന്നത്, അതും 56 പേരെ മറികടന്ന്? നാഗരത്നയുടെ ആ ചോദ്യത്തിന് ചീഫ് ജസ്റ്റിസ് അടക്കം ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഉത്തരം വഴിയേ പറയാം. കൊളീജിയത്തിൽ ഭിന്നത അപൂർവമാണ്. മിക്കവാറും ശുപാർശകൾ ഏകകണ്ഠമായിരിക്കും. അല്ലാത്ത സന്ദർഭങ്ങളുമുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാം. TS ഠാക്കൂർ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ജസ്റ്റിസ് ചെലമേശ്വർ കൊളീജിയം അംഗമായിരുന്നു. കൊളീജിയം സംവിധാനം സുതാര്യമായിരിക്കണമെന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ള ന്യായാധിപനാണ് ചെലമേശ്വർ. ചെലമേശ്വറിനെ അറിയാമല്ലോ. 2018 ജനുവരി മാസം 12-ന് സുപ്രീം കോടതി അപകടത്തിൽ എന്ന് വാർത്താസമ്മേളനം വിളിച്ച് ഇന്ത്യൻ ജനതയെ അറിയിച്ച 4 ജഡ്ജിമാരിൽ ഒരാൾ. വിരമിച്ച ശേഷം ഒരു പദവിയും വഹിക്കില്ലെന്ന് ആർജവത്തോടെ പറഞ്ഞ ഒരാൾ. കൊളീജിയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത വേണമെന്നാവശ്യപ്പെട്ട് പല കൊളീജിയം യോഗങ്ങളിൽ നിന്നും ചെലമേശ്വർ വിട്ടുനിന്നു. ശുപാർശകൾ നീതിയുക്തവും വസ്തുനിഷ്ഠ ഘടകങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ളതും ആകണം എന്നും അത് പരസ്യമാക്കണമെന്നും ആ ന്യായാധിപൻ ആവശ്യപ്പെട്ടു. ആരും ചെവിക്കൊണ്ടില്ല. 2018-ൽ ഒരു ശുപാർശയെ ചൊല്ലി കൊളീജിയവും കേന്ദ്ര സർക്കാരും 2 തട്ടിൽ നിന്ന കാലം. ജനുവരിയിൽ നൽകിയ ശുപാർശയാണ്. കേന്ദ്ര സർക്കാർ അതിൽ അടയിരുന്നു. മാസങ്ങൾ കടന്നുപോയി. മെയ് മാസമായി. കേന്ദ്രത്തോട് നിലപാട് കടുപ്പിക്കണമെന്ന് ചെലമേശ്വർ ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയും മോദി ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടുമായ ജസ്റ്റിസ് KM ജോസഫിന് വേണ്ടിയായിരുന്നു അത്. ജോസഫിനെ വീണ്ടും കൊളീജിയം ശുപാർശ ചെയ്യണമെന്ന് ചെലമേശ്വർ ഉറച്ച ശബ്ദത്തിൽ വാദിച്ചു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് കത്തും നൽകി. ജസ്റ്റിസ് ജോസഫിൻ്റെയും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെയും പേരുകളാണ് ജനുവരി 10-ന് കൊളീജിയം ശുപാർശ ചെയ്തത്. അതിൽ കേന്ദ്രം അംഗീകരിച്ചത് ഇന്ദു മൽഹോത്രയുടെ പേര് മാത്രം. അന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആയിരുന്നു. ജോസഫിൻ്റെ പേര് മടക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വിചിത്രമായിരുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനത്തിൽ ഹൈക്കോടതികൾക്ക് ആനുപാതിക പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നായിരുന്നു വാദം. അപ്പോൾ ഇപ്പോഴോ? കാലതാമസം എടുത്തെങ്കിലും ജസ്റ്റിസ് ജോസഫ് പിന്നീട് നിയമിതനായി. മോദി ഭരണകൂടത്തെ അലട്ടുന്ന നിരവധി വിധിന്യായങ്ങൾ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന വിധി ഉൾപ്പെടെ. ആ വിധിയുടെ അന്തസത്തയെ കുഴിച്ചുമൂടി മോദി സർക്കാർ നടത്തിയ നീക്കമാണ് ഇന്ന് വോട്ടുകൊള്ളയിൽ എത്തി നിൽക്കുന്നത്. നമുക്കത് അവിടെ വിടാം. 2023-ൽ ജസ്റ്റിസ് KM ജോസഫ് കൊളീജിയം അംഗമായിരിക്കെ പ്രകടിപ്പിച്ച ഒരു എതിർപ്പിനും ഇന്ന് നാഗരത്ന നടത്തിയ എതിർപ്പുമായി സാമ്യമുണ്ട് എന്നത് മറ്റൊരു കൗതുകം. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരവിന്ദ് കുമാറിൻ്റെ ശുപാർശയാണ് ജോസഫ് അന്ന് എതിർത്തത്. പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കണം എന്നായിരുന്നു ജോസഫിൻ്റെ നിലപാട്. ഇത്തരം വിയോജനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. 1998-ലെ 3rd ജഡ്ജസ് കേസ് പ്രകാരം കൊളീജിയത്തിലെ 2 ന്യായാധിപന്മാർ മതിയായ കാരണങ്ങൾ നിരത്തി ഒരു ശുപാർശയെ എതിർത്താലേ കാര്യമുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ ആ പേര് ചീഫ് ജസ്റ്റിസിന് പിന്നെ നിർബന്ധിച്ചുകൂടാ. അതായത് 3-2 എന്ന അനുപാതം. എന്നാൽ ഒരാൾ മാത്രമാണ് എതിർക്കുന്നതെങ്കിൽ ആ ശുപാർശയുമായി മുന്നോട്ട് പോകാം. 4-1 എന്ന അനുപാതം കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ജോസഫ് 4-1 ആയിരുന്നു. നാഗരത്ന 4-1 ആയിരുന്നു. 2 ഘട്ടത്തിലും ജയിച്ചത് മോദിയുടെ ഗുജറാത്തായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചോളി കടന്നു വന്നത് 56 സീനിയേഴ്സിനെ തട്ടിമാറ്റിക്കൊണ്ടാണ് എന്ന്.
അതിൽ 21 പേർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഉന്നത നീതിപീഠത്തിൽ നിന്ന് പോലും ഇന്ന് കേൾക്കുന്നത്. അങ്ങനെയല്ലേ? അടുത്തതായി പരിശോധിക്കേണ്ടത് സുപ്രീം കോടതി എത്ര ജെൻഡർ സെൻസിറ്റീവാണ് എന്നാണ്. സുപ്രീം കോടതിയിലെത്തുന്ന ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയാണ് 1989. കാലം എത്രയെടുത്തു? ഇക്കണ്ട കാലത്ത് ആകെ എത്തിയത് 11 വനിതാ ജഡ്ജിമാർ മാത്രം. ഇപ്പോഴുള്ളത് ഒരേ ഒരു വനിതാ ജഡ്ജി BV നാഗരത്ന. ഇപ്പോൾ 3 നിയമനങ്ങൾ നടക്കുന്നു, 2 എണ്ണം നടക്കാനിരിക്കുന്നു. ഒന്നിലും വനിതയില്ല. ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. എല്ലാവരെയും തച്ചു തകർത്തുകൊണ്ടുള്ള പഞ്ചോളിയുടെ വരവിൽ അവഗണിക്കപ്പെട്ടത് വനിതാ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരാണ്. ഗുജറാത്ത് ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ പഞ്ചോളിയേക്കാൾ സീനിയർ. അതുപോലെ ബോംബെ ഹൈക്കോടതി ജഡ്ജി രേവതി പ്രശാന്ത് മോഹിതേ ദരെ, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജി ലിസ ഗിൽ. അപ്പോൾ മുതിർന്ന വനിതാ ജഡ്ജിമാർ ഇല്ല എന്ന വാദം നിലനിൽക്കില്ല. മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു പുരുഷ ജഡ്ജിയെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റ് പുരുഷ ജഡ്ജിമാരുടെ സീനിയോറിറ്റി മറികടക്കാൻ കൊളീജിയത്തിന് ഒരു തടസ്സവുമില്ല. അതേസമയം വനിതകളെ പരിഗണിക്കേണ്ട ഘട്ടങ്ങളിലോ സീനിയോറിറ്റി എങ്ങനെ മറികടക്കും എന്ന് തടസ്സം പറയാനും കൊളീജിയത്തിന് മടിയുണ്ടാകാറില്ല. 2021 സുപ്രീം കോടതി കൊളീജിയം 3 വനിതാ ജഡ്ജിമാരെ ശുപാർശ ചെയ്തത്. അതിനുശേഷം പിന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം, ഉന്നത നീതിപീഠമേ, നിങ്ങൾ ജെൻഡർ സെൻസിറ്റീവ് ആണോ എന്ന്, തുല്യനീതിയുടെ ഇടമാണോ എന്ന്, ലിംഗനീതിയുടെ ഇടമാണോ എന്ന്. ഗുജറാത്തിന് പ്രാധാന്യം ഏറിയേറി വരുമ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം കൂടി സൗകര്യപൂർവ്വം മറക്കുന്നു. നിലവിൽ ജാർഖണ്ഡ്, ഒറീസ, ജമ്മു കശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, മേഘാലയ, സിക്കിം, ത്രിപുര 8 സംസ്ഥാനങ്ങൾ, ഇവയ്ക്കൊന്നും സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യമില്ല. കേരളം അടക്കമുള്ളവയ്ക്കാകട്ടെ ഒരംഗമെന്ന നാമമാത്ര പ്രാതിനിധ്യവും. ഗുജറാത്തിൻ്റെ ആ വമ്പിച്ച പ്രത്യേകതയാണ് പഞ്ചോളിയുടെ അപ്രമാദിത്വവും. നമുക്ക് ആ പേര് ഒന്നുകൂടി മുഴുവനായും പറയാം: വിപുൽ M പഞ്ചോളി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ എന്തു ചെയ്യുകയായിരുന്നു പഞ്ചോളി? അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നീ പദവികളിൽ 7 വർഷത്തോളം. മോദി പ്രധാനമന്ത്രിയായ ശേഷം 2014 ഒക്ടോബറിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജ്. 10 വർഷം കഴിഞ്ഞ് 2023 ജൂലൈയിൽ പാറ്റ്നയിലേക്ക്. മോദി 3ാം ഊഴത്തിലെത്തുമ്പോൾ 2025 ജൂലൈയിൽ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക്. നാഗരത്നയുടെ വിയോജനത്തിൽ അവർ ഒരു കാര്യം കൂടി പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്: പഞ്ചോളിയുടെ പാറ്റ്നയിലേക്കുള്ള സ്ഥലം മാറ്റം. അത് പ്രത്യേകം പരിശോധിക്കണമെന്ന്. അത് ഉന്നത തലത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഫലമാണ് എന്ന് നാഗരത്ന പറയുന്നു. ഒരു പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വഴിവെച്ച നീക്കം, അന്ന് തീരുമാനമെടുത്തതിൻ്റെ മിനിറ്റ്സ് സസൂക്ഷ്മം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും ആ ന്യായാധിപ ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും പരിഗണിച്ചില്ലെങ്കിൽ നീതിയുടെ നടത്തിപ്പിനും കൊളീജിയം സംവിധാനത്തിൻ്റെ തന്നെ വിശ്വാസ്യതയ്ക്കുമാണ് കോട്ടം തട്ടുക എന്നും അവർ പറയുന്നു. പക്ഷേ ആരും അത് കേട്ട ഭാവം നടിച്ചില്ല. അതുകൊണ്ടാണ് ആർജവത്തോടെ അവർ കൊളീജിയത്തോട് ആവശ്യപ്പെട്ടത് തൻ്റെ വിയോജനക്കുറിപ്പ് സുപ്രീം കോടതി അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധം ചെയ്യണമെന്ന്. ഈ കാലത്ത് കാണാൻ കഴിയാത്ത അസാമാന്യ ധീരത. നാഗരത്നയ്ക്ക് അഭിവാദനങ്ങൾ. കൊളീജിയം ശുപാർശയെപ്പറ്റി പറയുന്ന സുപ്രീം കോടതി വെബ്സൈറ്റിൽ പക്ഷെ ഒന്നുമില്ല. തീരുമാനം ഏകകണ്ഠമായിരുന്നോ അല്ലയോ എന്ന് ഈ രാജ്യം അറിയേണ്ടതില്ല എന്ന് അവർ വിധിച്ചിരിക്കുന്നു. വിയോജിച്ചു എന്ന കുറ്റത്തിൻ്റെ പേരിൽ ഒരു ന്യായാധിപയുടെ ശബ്ദം ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. കൊളീജിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ അങ്ങേയറ്റം വ്യക്തിഗതമാകുമ്പോൾ സംഭവിക്കുന്ന വിപര്യം. ചന്ദ്രചൂഡിൻ്റെ കാലത്ത് അദ്ദേഹം സീനിയോറിറ്റി മാത്രമല്ല മുറുകെ പിടിച്ചത്, ഫെഡറൽ പ്രാതിനിധ്യം, ജാതി ലിംഗ പ്രാതിനിധ്യം എല്ലാം മാനദണ്ഡങ്ങളായി വന്നു. സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ വീണ്ടും സീനിയോറിറ്റി മുഖ്യമെന്നതിലേക്ക് തിരിച്ചുപോക്ക്. ഗവായിയുടെ കാലത്തോ സീനിയോറിറ്റിയും വൈവിധ്യവും ഒന്നുമില്ലാത്ത അവസ്ഥ. സുതാര്യതയ്ക്ക് മേൽ കുരുക്കിട്ട ആപൽക്കരമായൊരു വിധിന്യായം പോലെ അത് നിലകൊള്ളുന്നു. ഗവായിയുടെ അനന്തരവൻ 45-ാം വയസ്സിൽ ഹൈക്കോടതി ജഡ്ജിയാകുന്നു എന്ന വാർത്തയും ഇതിനിടെ സംഭവിക്കുന്നു. ആരെല്ലാം എവിടെയെല്ലാമാണ് എത്തുന്നത്? ഗുജറാത്തുകാരനായ JB പർദിവാല 2028 മെയ് മാസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും. 2030 ഓഗസ്റ്റ് വരെ. 2029 അടുത്ത പൊതു തെരഞ്ഞെടുപ്പ്. 2031 ഒക്ടോബറിൽ മറ്റൊരു ഗുജറാത്തുകാരനായ പഞ്ചോളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും. 2033 മെയ് വരെ. എന്തെല്ലാമോ മുന്നിൽ കണ്ട് ഇഷ്ടക്കാർ ഇരിപ്പിടം ഉറപ്പിക്കുന്നു. നിങ്ങളും ഞാനും നിസ്സഹായരായി അത് നോക്കി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ BV നാഗരത്ന ഓർമ്മിപ്പിക്കുന്ന നീതിയുടെ ഇരിപ്പിടം എവിടെയാണ്? നിങ്ങളും ഞാനും ചോദിച്ചു പോകുന്നു.